ഇന്ന് നമ്മൾ ഒരു റിയാക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിത് ആക്ച്വലി ഒരു പോഡ്കാസ്റ്റ് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു പുതിയ വീഡിയോ വന്നപ്പോൾ നമുക്കത് റിയാക്ട് ചെയ്യണം തോന്നി. അതുകൊണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റ് ഇരിപ്പുണ്ട്. സോ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ പോഡ്കാസ്റ്റ് കാണുക. പോഡ്കാസ്റ്റ് ഈ വീഡിയോ കഴിഞ്ഞേ വരും. വളരെ റെയർ ആയിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്ത് ഉടനെ നമുക്ക് കാണാം. അതെ, അതായത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലോഗയുടെ ഒരു പുതിയ അപ്ഡേറ്റ്, ഒരു വീഡിയോ അവർ ഇറക്കിയിട്ടുണ്ട്. എന്താ ഇറക്കിയ പേര് വിളിക്കുന്നത്? വെൻ ലെജൻഡ്സ് സ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമുക്കത് എന്താ സംഭവം നോക്കാം. മൈക്കിളും ചാർലി. അതെ, സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ പ്ലേ ചെയ്യും. എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കലോ എപ്പോഴും വേണ്ട. വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൊടുക്കഴോ 100 കൊല്ലം കൊടുക്കഴോ അതാ നീ ഒരു പോറനാവുന്നു. കള്ളു കൊടുത്താൽ പോണം. ഞാൻ പോകണം, താനാണ് പോകണം. ഞാൻ പറഞ്ഞ എന്റെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങൾ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രിക്കാണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആക്കോണിച്ച കള്ളുകുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര സമാനം. ഇയാളൊരു മാതിരി എന്തിനകത്തും ബലം പിടിക്കുന്നത് ഒന്ന് ചെയ്യാറുണ്ട്. നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയില്ലാതെ നീ മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിന് പറ്റിയ നല്ലതോ മതിയോ? അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ബന്ധമായിട്ട് എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറിയാമോ? പുള്ളി എന്റെ അത്ര ഫണ്ടല്ല, ചില വയലണ്ട. മൂത്തോലി തന്നെയാണോ വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളെന്ത് കൂട്ടം ചാടയാണ്. വരാന്ന് പറയണോ? അവനൊക്കെ നിന്റെ കുടുംബ പ്രശ്നം ഞാൻ പറയണോ? നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. ഇപ്പം അല്ലല്ലോ. എനിക്കറിയാം എന്താ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്കേ, നമുക്ക് നോക്കാം. അവൻ വരും. അതെ, കൊള്ളാം പരിപാടി. നല്ല രസമുണ്ട്. നല്ല ലോക റൊമാൻസ് ലാസ്റ്റ് സീനാണ് ശരിക്കും. ഈ ദുൽഖർ ആക്ച്വലി നമ്മുടെ ഈ സാധാ പടത്തിലെ പോലെ എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂർ ഡേയ്സിൽ എന്താണോ വേഷം, അതുപോലെ ദുൽഖറാണ് ഇപ്പം. പക്ഷെ ടൊവിനോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് അവരവരുടെ ബെസ്റ്റ് ക്വാളിറ്റി അങ്ങനെ അവര് ഡീൽ ചെയ്തേക്കുന്നത്. ചാത്തനായിട്ട് ഡീൽ ചെയ്ത് ടൊവിനോ ചെയ്യുമ്പോൾ മറ്റേ ക്യാരക്ടർ ചിലപ്പോൾ. അതെ, അതായത് നമ്മളിപ്പോ കാണുന്ന മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ നോർമൽ ടൊവിനോയുടെ ഒരു ചായ ഉള്ള സിനിമ, അതായത് ബിഹൈൻഡ് ദ സീൻസ് ടൊവിനോ ഉണ്ട്. ഭയങ്കര ഫണ്ണാന്ന് പറയുന്നത്. അത് ആ എനർജിയാണ് അവര് മറ്റേ ഈ മൈക്കിളിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ നമ്മൾ കണ്ട മറ്റേ ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചുകൂടെ വേറൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ചിലപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ദുൽഖർ വേറെ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പം ദുൽഖറിന്റെ ഹെയർ സ്റ്റൈൽ ചെറിയൊരു ചേഞ്ച് ഭയങ്കര രസമാണ്. ഇതാ മറ്റേ അതിനകത്തും അങ്ങനെയല്ല നമ്മള് മറ്റേ ഇത് ഉള്ളതുകൊണ്ട് ഭയങ്കര എവിഡന്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ. ഇതിന്റെ ലാസ്റ്റ് മറ്റേ എല്ലാരും വരുന്ന കാണിക്കുമല്ലോ 359 അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഇവർ രണ്ടുപേരും കൂടെ. അത് തന്നെ നമ്മുടെ മറ്റേ പഴയ ഒരു ട്രോള് വന്നിട്ടുണ്ട് മറ്റേ ഇതിനെ ബേസ് ചെയ്തിട്ട്, മറ്റേ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ വെച്ചിട്ട് ആ ഒരു സീക്വൻസ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രസമാണ് പറഞ്ഞത്.
അത് വേറെ മൂഡാണ്, ഇത് അതെ കളിക്ക് മൂഡാണ്. പക്ഷേ എന്താ മുത്തൂൻ ഇവർക്ക് എതിരെ അങ്ങനത്തെ ഒരു എന്തോ പറയുന്നുണ്ട് അത്. മുത്തൂൻ ടോവിനോയുടെ ക്യാരക്ടറിന് എതിരെ അങ്ങനത്തെ അത് അതിനെപ്പറ്റി കുറച്ച് പേരുടെ തിയറിയിൽ ഞാൻ ഇങ്ങനെ വായിച്ചത്. ചാത്തന്മാർക്ക് അത്ര എന്തായാലും രസമുണ്ട്. അതെ, എന്തായാലും പരിപാടി വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യണം.